ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പോഴാണ് കാണുന്നത്. നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് മനസ്സിലാവും എങ്ങനെ നമുക്ക് പിൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കണം. അതായത് നിങ്ങൾക്ക് എങ്ങനെ അതിനകത്തൂടെ പോസ്റ്റ് ജനറേറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇതിലൂടെ അഫിലിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏൺ കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു അഫിലിയേറ്റ് അക്കൗണ്ടുകളൊക്കെ സെറ്റ് ആക്കിയിട്ട് പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് ഏൺ ചെയ്യാണ്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ചെക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. സോ ഈ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് ട്രെൻഡി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഡീറ്റെയിൽ ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത്. സോ ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കേണ്ട മറക്കണേ, ഞാൻ ക്ലിയർ ആയി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്റെ ഒരു സബ്സ്ക്രൈബിന്റെ പ്രൂഫ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാർ സ്റ്റാർട്ട് ആക്കിയിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പ്രൂഫ് വന്നിട്ട് ഏകദേശം 3-4 ദിവസം ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്തായാലും സെറ്റ് ആയി കാണും. ഓക്കെ, അപ്പം ഞാൻ പ്രൂഫ് കൂടെ ആഡ് ആക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അവരുടെ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ പിന്നെ ഗ്രോ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എന്റെ ഡൗട്ടുകൾ ചോദിക്കേണ്ട പറ്റുന്നതായിരിക്കും. പിന്നെന്താണ്, നമ്മുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ കമന്റ് ഒക്കെ മറക്കണ്ട. ഈ വീഡിയോ അടിപൊളി വീഡിയോ കാണാൻ തന്നെയാണ്. സോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് സ്റ്റാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ പിൻട്രസ്റ്റിങ്ങുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഏണിങ്സ് റെറ്റ് ആക്കുന്ന. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുന്നതെന്നോ എങ്ങനെയാണ് അഫിലിയേറ്റ് ചെയ്യുന്നതെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഇട്ട വീഡിയോസിലൊന്നും പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചുകളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ പ്രൂഫ് നമ്മളിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രസ്റ്റിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകാം. സോ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ ഈ വീഡിയോ എത്ര ലെന്ത് പോകുമെന്ന്. ഞാൻ എൻ്റെ സ്ട്രാറ്റജികളൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എത്ര ലെന്ത് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾക്ക് ഒത്ത് കാണാൻ പറ്റില്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ട് കാര്യങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ക്ലാസ് കാര്യങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാണ്ട് മറക്കണ്ട. സോ നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമെങ്കിൽ എനിക്കറിഞ്ഞൂടെ. കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊബൈലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ മൊബൈലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പിൻട്രസ്റ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുന്നതൊന്നും പറയുന്നില്ല. ഓക്കെ, സോ പിൻട്രസ്റ്റിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ ആദ്യത്തെ വീഡിയോകൾ കണ്ടാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എങ്ങനെയാണ് നമ്മുടെ പിൻട്രസ്റ്റിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അതായത് പിൻട്രസ്റ്റിൽ യൂസ് ചെയ്ത് അഫിലിയേറ്റ് അക്കൗണ്ടുകളൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ പിൻട്രസ്റ്റുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ പ്രൂഫിലൂടെ തന്നെ പോവാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ ബയോയിൽ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 10K ഓഡിയൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സബ്സ്ക്രൈബറിന്. ഏകദേശം അതും അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കൺസിസ്റ്റൻസി മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബ്രോ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 വീക്ക് ആയിട്ട് ഇവിടെ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓവറോൾ ഇംപ്രഷൻ ആയിട്ടുള്ളത് ഏകദേശം 2.4K ആയിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 10K എൻഗേജ്ഡ് ഓഡിയൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡേറ്റയും കാര്യങ്ങളൊക്കെ. 13 ഡേയ്സിന് മുമ്പാണ്, ലാസ്റ്റ് 13 ഡേയ്സ് ആണ്. പക്ഷേ പുള്ളിക്കാരെ സ്റ്റാർട്ടായിട്ട് ഏകദേശം 1 വീക്ക് അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 1 വീക്ക് മാത്രം കൂട്ടി നോക്കിയാൽ മതി. സോ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് മാത്രം ഏൺ ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും കൺസിസ്റ്റൻസിയാണ് ഇത് എല്ലാത്തിനും വേണ്ടത്. സോ കുറേ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് ചെയ്ത് തുടങ്ങിക്കാണും. ബട്ട് ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു ബ്രോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മിൻസൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവം തന്നെയാണ്. സോ അപ്പം എൻ്റെ സബ്സ്ക്രൈബിൻ്റെ പ്രൂഫ് നിങ്ങൾ കാണാൻ പറ്റും. ഏകദേശം 10,000 എൻഗേജ്ഡ് ഓഡിയൻസിനായിട്ടുള്ളത്. അപ്പം സെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ഇനി വന്നോളും. കാരണം തുടങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ഏകദേശം മാസങ്ങളൊക്കെ ആവും. ഓക്കെ, മാസങ്ങളില്ല, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊക്കെ ഇപ്പോൾ പറഞ്ഞ ഒരിതായിപ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി മാത്രം ആണ് എല്ലാത്തിനും വേണ്ട. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 5 ദിവസം ചെയ്തിട്ട് റിസൾട്ട് വന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഒന്ന് ക്ലിക്കാകുമ്പോഴത്തേക്കായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ഇടുന്ന പിൻസൊക്കെ ഡയറക്റ്റ് വൈറലായിക്കോളും. അത് വേറെ കുഴപ്പമൊന്നുമില്ല. സോ
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. ഓക്കെ, പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനുള്ളതൊക്കെ ജസ്റ്റ് ഈ 2 വീഡിയോ കണ്ടാൽ മതി. ഈ 2 വീഡിയോയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാം, അതുപോലെ തന്നെ എങ്ങനെ അഫിലിയേറ്റ് ലിങ്കൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഏൺകരോ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഈ വീഡിയോയിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാൻ പറ്റും, ജസ്റ്റ് നിങ്ങൾ ഈ 2 വീഡിയോ കണ്ടു നോക്കും. ഓക്കെ, എങ്ങനെ അക്കൗണ്ട് എടുക്കാൻ പറ്റും, എങ്ങനെ അഫിലിയേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് ട്രാഫിക്കൊക്കെ കൂട്ടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ട്, അതായത് ഒരു ബിസിനസ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കുകയെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞ ശേഷം എന്താണ് നമുക്ക് സെയിൽസ് കിട്ടാൻ ഇപ്പോൾ പല ഫ്രണ്ട്സിനും കിട്ടുന്നുണ്ട്. അതായത് നോക്കുമ്പം കുറേ റീച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 10K അല്ലെങ്കിൽ 13K റീച്ച് ആയിട്ടുണ്ട്. ബട്ട് എനിക്ക് ആ ഒരു സെയിൽസ് കിട്ടുന്നില്ല. ഓക്കെ, സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണ്, നിങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണ്. നമ്മളൊരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസിന് അല്ലെങ്കിൽ പിൻസിനൊക്കെ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കലി റീച്ച് കയറുന്നതായിരിക്കും. ബട്ട് അവർക്ക് ഒരു സെയിൽസൊന്നും കിട്ടില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാത്രം കുഴപ്പമാണ്. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് കിട്ടുന്നതായിരിക്കും. ബട്ട് ആ ഒരു പ്രോഡക്റ്റ് ഔട്ടായ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെയിൽസ് കിട്ടില്ല. അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക. അത് ബേസിക് സംഭവം കാലത്താണ്. ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. രണ്ടാമത്തെ കാര്യം ഒരു അടിപൊളി പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് അക്കൗണ്ട് അപ്ലോഡ് ആക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ അക്കൗണ്ടിന് പേര് കൊടുക്കുമല്ലോ. അതായത് നിങ്ങൾ റാൻഡമായിട്ട് പേര് കൊടുക്കാതെ നിങ്ങൾ ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് അപ്ലോഡ് ആക്കുന്നത് ആ ടൈപ്പ് പേര് കൊടുക്കുക. ഓക്കെ, സോ അതായിരിക്കും അക്കൗണ്ട് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞ എന്താണ് നമുക്ക് എന്താണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. നമ്മുടെ പിൻട്രസ്റ്റിൽ പിൻസ് ആയിക്കോട്ടെ, അതായത് നമുക്ക് പിൻട്രസ്റ്റ് നമ്മൾ പറയുന്നത് പിൻസ് എന്നാണ്. ഓക്കെ, അതായത് നമുക്ക് വീഡിയോസിനും ഫോട്ടോസിനൊക്കെ പിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പിൻസൊക്കെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, ഓക്കെ, അപ്പം നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് സെയിൽ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെന്താണ് എത്രമാത്രം പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് നമുക്കൊരു 6000 അല്ലെങ്കിൽ 1,00,000 റീച്ച് കിട്ടിയിട്ട് നമുക്കൊരു സെയിൽസ് കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാത്രം കുഴപ്പമാണ്. ഓക്കെ, നിങ്ങൾ ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റീച്ചും കൂടും, അതുപോലെ തന്നെ സെയിലും കൂടും. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെച്ചേക്കുക. എങ്ങനെയാണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ഒരു അഡ്വാൻസ് ലെവലിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. പിന്നെ നമുക്ക് ഒരു ദിവസം എത്ര പിൻസ് ഇടണം. സോ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, എപ്പോഴും നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ 1-2 പിൻസ് ഒന്നും ഇട്ടിട്ട് പറഞ്ഞ് ഒന്നും ആവാനായിട്ട് പോകുന്നില്ല. ഓക്കെ, പിൻട്രസ്റ്റിൽ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കും. ഡെയിലി കൺസിഡർ ചെയ്യുന്നുണ്ട്, ബട്ട് ഡെയിലി 1-2 പിൻസ് മാത്രമേ അപ്ലോഡ് ആകുന്നുള്ളൂ. ബട്ട് അത് നിങ്ങൾക്ക് ഒന്നും ആവാണ്ട് പോകുന്നില്ല ഗൈസ്. ഡെയിലി കുറഞ്ഞത് ഡെയിലി നിങ്ങളൊരു 5 to 10 പിൻസെങ്കിലും മാക്സിമം അപ്ലോഡ് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ എൻഗേജ് ആവുള്ളൂ. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, പിന്നെ മാക്സിമം എന്താണ് നിങ്ങളൊരു 5 കുറയരുത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് മാക്സിമം ഒരു 10 അപ്ലോഡ് ആക്കാം. അല്ലെങ്കിൽ മിനിമം നിങ്ങൾ എന്താണ് ഒരു 5 കുറയാതെ തന്നെ ഡെയിലി അപ്ലോഡ് ആക്കാം. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ട് അപ്ലോഡ് ആക്കിയിട്ട് കാര്യമില്ല. ഡെയിലി നിങ്ങൾ 5 കുറയാത്ത പോസ്റ്റൊക്കെ അപ്ലോഡ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ എൻഗേജ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ എൻഗേജ് ആവുന്ന കാണാൻ പറ്റും. അതായത് ആൾക്കാരൊക്കെ മെമ്പേഴ്സൊക്കെ എന്താണ് പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നവരും മറ്റ് വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേജ് വിസിറ്റ് ചെയ്യാൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ്. പിന്നെ നമുക്കിനി എങ്ങനെയാണ് 2x സെയിൽസ് അല്ലെങ്കിൽ 2x സേവ് അല്ലെങ്കിൽ 2x ട്രാഫിക് കൂടുന്നത് എങ്ങനെ നോക്കാം. സോ അത് മെയിൻ പോയിൻ്റാണ്. നിങ്ങൾ പലരും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് വെക്കാം. നമ്മൾ പ്രോഡക്റ്റ് അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾ എത്ര പേരാണ് ശ്രദ്ധിക്കുന്നത് ടൈറ്റിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ കീവേഡ്സ്, അല്ലെങ്കിൽ കവർ പിക്ക്. സോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കുകയാണെങ്കിലും ഫേസ്ബുക്ക് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് അതിൻ്റെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവർ പിക്ക് കണ്ടിട്ട് മാത്രമാണ്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ കാണുന്നത് പിക്കിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോയിലൂടെ ആയിരിക്കും. ഓക്കെ, സോ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. സോ ഇതൊക്കെ ഒരു പ്രോഡക്റ്റാണ്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊക്കെ എത്രമാത്രം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, അതായത് ആ ഒരു കവർ പിക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇതൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പേജിൽ നിന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജിൽ നോക്കാനായിട്ട് കാണാനായിട്ട് പറ്റും. മന്ത്ലി ഏകദേശം അതായത് 1,66,000 വ്യൂസാണ് കിട്ടുന്നത്. ബട്ട് ഫോളോവേഴ്സ് ശ്രദ്ധിക്കുക, 8 ഫോളോവേഴ്സ്. കാരണം ഫോളോവേഴ്സിൽ കാര്യമല്ല, അവർക്ക് അവരുടെ പ്രോഡക്റ്റ് മാത്രം സെല്ലാക്കിയാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റ് അവർ എത്രമാത്രം അടിപൊളിയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതൊരു വീഡിയോയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവർക്ക് വരുന്ന ഏകദേശം 1,00,000 സംതിങ് ആണ് മന്ത്ലി വ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളെപ്പോഴും
നിങ്ങൾ എപ്പോഴും എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ കവർ പിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് നമ്മുടെ AI ഉണ്ടല്ലോ ChatGPT ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒന്ന് അപ്ലോഡായി കൊടുത്താൽ പ്രോഡക്റ്റിൻ്റെ പിക്ക് ഒന്ന് അപ്ലോഡായി കൊടുത്താൽ മതി. ടൈറ്റിലും പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് ടൈറ്റിലും പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ കീവേഡ്സ് എന്തായാലും ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ പിൻട്രസ്റ്റ് നമ്മുടെ ട്രെൻഡ്, അതായത് പിൻട്രസ്റ്റ് ട്രെൻഡിങ്ങുള്ള പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഡയറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നേരെ ബ്രൗസറിലേക്ക് പോവാം. ഓക്കെ, ഗൂഗിളിലേക്കോ ക്രോമിലേക്കോ എവിടെയെങ്കിലുമൊക്കെ പോവാം. അപ്പോൾ ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുക, പിൻട്രസ്റ്റ് ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പിലെ വെബ്സൈറ്റ് ആണ്, നമ്മുടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ്റെ തന്നെ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ പിൻട്രസ്റ്റിൽ എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം അതൊന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ കിച്ചൺ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുഡ് പ്രോഡക്റ്റ് കിച്ചൺ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏകദേശം 500% ആണെന്ന് കാണാൻ പറ്റും. ഫുഡാണ്. പിന്നെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണ്, ടവേഴ്സാണ്. പിന്നെ ഇതുപോലെ സംഭവമൊക്കെയാണ്. ഓക്കെ, സോ ഒന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. താഴെ സ്ക്രോൾ ചെയ്താൽ കാണാനായിട്ട് പറ്റും. ഷോപ്പിംഗ് ട്രെൻഡ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല സംഭവം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെന്താണ്, കീവേഡ്സ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പ്രോഡക്റ്റ് ഇനിയും കാണാൻ പറ്റും. വ്യൂ ഷോപ്പിംഗ് ട്രെൻഡ്സ് ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് ഇപ്പോൾ കറൻറ്റ്ലി ട്രെൻഡിങ് ആയിരിക്കുന്നത് എന്താണ് അത് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ലൊക്കേഷൻ ഉണ്ട്. ആ സൈറ്റ് കാണാൻ പറ്റും. US ആണ്. ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന സംഭവം എന്താണ്. സോ ഇതൊക്കെ നിങ്ങൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ട്രെൻഡിങ് ആവുന്നതായിരിക്കും. താഴെ ഞാൻ പറഞ്ഞില്ല കീവേഡ്സ്, താഴെ സ്ക്രോൾ ചെയ്താൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കീവേഡ്സ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ മാക്സിമം എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. കാരണം ഇതൊക്കെ കീവേഡ്സ് ആണ്. ഓക്കെ, ഈ കീവേഡ്സ് ഒക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. വൈറലാവാനുള്ള ചാൻസ് ആണ്. കാണാൻ ഒരു മന്ത്ലി ചേഞ്ച്, ഇയർലി ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ്. പിന്നെ താഴെ സ്ക്രോൾ ചെയ്താൽ എഡിറ്റേഴ്സ് പിക്ക് ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവം കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ ആൾക്കാർ എടുക്കുന്ന സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ രീതി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവമാണ്. അതുകൊണ്ട് മാക്സിമം എന്താണ് ഇതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. ഓക്കെ, എന്നിട്ട് നല്ല പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. സോ ഇതാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഇപ്പോൾ കാണിച്ചത്. ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ പിൻട്രസ്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടത്. അതായത് പിൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ആണല്ലോ വേണ്ടത്, നമുക്ക് സെല്ലാക്കുള്ള പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂ ആയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ നിങ്ങൾ എന്താണ് കാണിച്ചു തരാം. ജസ്റ്റ് ഈ 2 വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ പേജിലോട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഏൺകരോ ആപ്ലിക്കേഷനിൽ നമ്മുടെ മറ്റ് ഫ്ലിപ്കാർട്ട്, ആമസോൺ അതിനൊക്കെ നമുക്ക് എന്താണ് അഫിലിയേറ്റ് എടുക്കാൻ പറ്റുന്നത്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ട്രാഫിക് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ആ ഒരു അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രെൻഡിങ് പോയിട്ട് എടുക്കുക. രണ്ടാമത്തെ വഴി ഞാൻ പറഞ്ഞുതരാം. നേരെ നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം എടുക്കും. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാം എടുത്തതിന് ശേഷം #Amazon Finds എന്ന് അടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപാടധികം സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. നൗ ട്രെൻഡിങ് ആയുള്ള സംഭവം കാണാൻ പറ്റും. സോ ഇതൊക്കെ ട്രെൻഡിങ് ആയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ആമസോൺ അടിച്ച് ഏകദേശം കാണാൻ പറ്റും 101 മില്യൺ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫ്ലിപ്കാർട്ടോ നമ്മുടെ ഏൺകരോ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ അഫിലിയേറ്റ് ലിങ്കൊക്കെ എടുത്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ അഫിലിയേറ്റ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 2024 അടിച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്ന പ്രോഡക്റ്റും കാണാൻ പറ്റും. അതായത് നൗ ട്രെൻഡിങ് ആകുന്ന പ്രോഡക്റ്റും കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആകുന്ന പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മീഷോര അതായത് ഇന്ത്യൻ പ്രോഡക്റ്റൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് മീഷോ ഫൈൻഡ്സ് എന്ന് അടിക്കുക. ഓക്കെ, ജസ്റ്റ് മീഷോ ഫൈൻഡ്സിന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരുപാട് പ്രോഡക്റ്റ് കാണാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓൾ ഓവർ വേണമെങ്കിൽ #Amazon Finds അങ്ങനെയൊക്കെ അടിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് #Meesho Finds അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെ മാക്സിമം എന്താണ് നിങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലുള്ള വെബ്സൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇതിനകത്ത് എന്താണ് ട്രാഫിക് ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ സിമ്പിളാണ്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് പോകാം. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഫ്രീ ആയിട്ട് നമ്മളെല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഒരു 1-2 അല്ലെങ്കിൽ ഒരു മാസം കൺസിഡർ ഇട്ടാൽ എന്താണ് നമുക്ക് റീച്ച് കൂടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മളെ പിൻട്രസ്റ്റ് അങ്ങനെയല്ല. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും നമ്മുടെ മറ്റു സോഷ്യൽ മീഡിയ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അൽഗോരിതമൊക്കെ വളരെ വ്യത്യാസമാണ് പിൻട്രസ്റ്റിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു ദിവസം ഓക്കെ മാക്സിമം ഒരു 10 ഇടുക. അല്ലാതെ നിങ്ങൾക്ക് 10 ഇടാൻ പറ്റും, ടൈമില്ലെങ്കിൽ ഒരു മിനിമം ഒരു 5 അപ്ലോഡ് ആക്കാണ്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ അല്ല. ഓക്കെ, പിൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ്, അതായത് ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിനാണ്. ഏകദേശം 1 ബില്യൺ പ്ലസ് ആൾക്കാരാണ് പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ബിസിനസ് ഓണേഴ്സും ക്രിയേറ്റേഴ്സും കൂടെ പിൻട്രസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഹൈ സെയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ട്രാഫിക് കൂട്ടാനായിട്ട് പറ്റുന്നത്, എനിക്ക് സെയിൽ റേറ്റ് ആക്കാൻ പറ്റുന്നത്, അങ്ങനെ പല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി ഒരു 5 to 10 പിൻസെങ്കിലും അപ്ലോഡ് ആക്കാം, നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിൽ വരുന്ന മിസ്റ്റേക്കാണ് കൺസിസ്റ്റൻസി ഇല്ലാത്തത്. ഡെയിലി ഒന്ന് അപ്ലോഡ് ആക്കുക, നിങ്ങൾക്ക് എന്തായാലും സെയിൽസ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ബയോയിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മെൻറ്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും സെയിൽസ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാണ്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്തായാലും ജസ്റ്റ് ഈ രണ്ടെന്ന് കാണുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ ആമസോൺ ഫൈൻഡ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനൊന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഈ 2 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് അക്കൗണ്ട്, അതായത് നമ്മുടെ പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ട് ആക്കുന്നത്, എങ്ങനെ നമുക്ക് ഏൻകർ ആപ്ലിക്കേഷനിൽ പോയിട്ട് അതാണ് അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ട്രെൻഡി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ചാനലും സബ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാണ്ട് മറക്കണ്ട. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഓക്കെ, സജഷൻ എന്തെങ്കിലും കമൻറ്റ് ആക്കാണ്ട് മറക്കണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ കാണാം. സി യു ഗൈസ്. ഇത്ര മാത്രമുള്ള വീഡിയോ കാണാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ എത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി നിങ്ങൾക്കൊരു ടൈമൊന്നുമില്ല, ബിസിയുള്ള ആളാണെങ്കിൽ ജസ്റ്റ് മിനിമം ഒരു 5 പോസ്റ്റിൽ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു 10 പോസ്റ്റൊക്കെ അപ്ലോഡ് ആക്കുക. ഒരു 10 കൂടുതൽ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യം, നിങ്ങൾ എല്ലാതും ലിങ്കുകളെ കൊടുക്കരുത്. ഓക്കെ, നിങ്ങൾ വെബ്സൈറ്റ് ലിങ്ക് ആയിക്കോട്ടെ, അഫിലിയേറ്റ് ലിങ്ക് ആയിക്കോട്ടെ, എല്ലാതും ലിങ്കുകളെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് 5 പോസ്റ്റ് ഇടുന്നതിൽ ഒരു 3 മാത്രം ലിങ്ക് കൊടുത്താൽ മതി. 10 അല്ലെങ്കിൽ 10 കൂടുതൽ ഇടുന്നവര് ജസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 6 മാത്രം ലിങ്ക് കൊടുത്താൽ മതി. ഓക്കെ, സോ അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താണ് ടൈല് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ശ്രദ്ധിക്കുക, കീവേഡ്സ് കൊടുക്കുക, അങ്ങനെ നിങ്ങൾ സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും സെറ്റ് ആകാൻ പറ്റുന്നതായിരിക്കും. സോ കൺസിഡർ ചെയ്ത് നോക്കുക. സ്ഥിരതയാണ് ആവശ്യം. നിങ്ങൾക്ക് എന്തായാലും സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഡൗട്ടിന് ചോദിക്കേണ്ട മറക്കണ്ട, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് മറക്കണ്ട. സോ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.